Hi friends, how are you? Once again, welcome back to my channel. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം ഫ്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോസിഷൻസും വേർഡ്സും അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ് മാത്രം ചേർന്നതുമാകാം, രണ്ടെണ്ണം കൂടിയുള്ളതാവാം അല്ലെങ്കിൽ മൂന്നെണ്ണം കൂടിയുള്ളതാവാം, വേർഡ്സും പ്രപ്പോസിഷനും ചേർന്നതാകാം. ഇങ്ങനെയുള്ള വാക്യ പകരമായി ഉപയോഗിക്കുന്ന സെയിം മീനിങ്ങിലുള്ള വാക്കുകളാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കമൻസുകളും എഴുതിയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. 12ഓളം ഫ്രേസസ് ആൻഡ് വേർഡ്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐ ആക്സിഡൻ്റലി മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഐ ആക്സിഡൻ്റലി മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഇവിടെ ആക്സിഡൻ്റലി മെറ്റ്, അതായത് അവിചാരിതമായി കണ്ടുമുട്ടുക എന്നാണ് ഇതിനർത്ഥം. ഞാനിന്നലെ എൻ്റെ സുഹൃത്തിനെ അവിചാരിതമായി കണ്ടുമുട്ടി അല്ലെങ്കിൽ ആകസ്മികമായി കണ്ടുമുട്ടി. അതായത് നാം വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യം. അതിന് പകരം സെയിം മീനിങ്ങിലുള്ള ഫ്രേസാണ് കെയിം ബൈ. കെയിം ബൈ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ റിപ്ലേസ് ചെയ്ത് പറയാം. ഐ കെയിം ബൈ മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഐ കെയിം ബൈ മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. മത്സര പരീക്ഷകൾക്ക് മാത്രമല്ല, നാം കേൾക്കുന്നതും വായിക്കുന്നതുമായിട്ടുള്ള എല്ലാതും ഇംഗ്ലീഷിൽ കറക്റ്റ് മീനിങ്ങിൽ മനസ്സിലാക്കാൻ ഇത്തരം റിപ്ലേസിംഗ് വേർഡുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വേർഡ്സിന് പകരമായിട്ട് മിക്ക സ്ഥലങ്ങളിലും ഫ്രേസസ് ഉപയോഗിക്കുന്നത് സാധാരണമാണ്. ഇനി ദെൻ നെക്സ്റ്റ് വൺ, ഐ കാൺ ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ഐ കാൺ ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ഇവിടെ ടോളറേറ്റ് മീൻസ് സഹിക്കുക. എനിക്ക് അവൻ്റെ പെരുമാറ്റം സഹിക്കാൻ കഴിയില്ല. ക്യാൻ കഴിയുക, കാൺട്ട് കഴിയില്ല. കാൺട്ട്, കാനോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ഫോമാണ് കാൺട്ട്. ദെൻ ഇവിടെ ടോളറേറ്റ് മീൻസ് സഹിക്കുക എന്നതിൻ്റെ ഫ്രേസ്, റിപ്ലേസിങ് ഫ്രേസാണ് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത്. ഐ കാൺ പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ. I can't put up with his behavior. The next one, the teacher asked the boys to read the notes carefully. The teacher asked the boys to read the notes carefully. Carefully means ശ്രദ്ധയോടെ. Asked പറഞ്ഞു, ടീച്ചർ പറഞ്ഞു. ആരോടാണ്? The boys. എന്താണ് പറഞ്ഞത്? What? To read. വായിക്കാൻ. To read. എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ എന്ത് വായിക്കണം? ദ നോട്ട്സ്. നോട്ട്സാണ് വായിക്കേണ്ടത്. നോട്ട്സ് വിത്ത് കെയർഫുള്ളി. ശ്രദ്ധയോടെ വായിക്കാൻ പറഞ്ഞു. ഇവിടെ റീഡ്. റീഡ് എന്നതിന് റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഗോ ത്രൂ. ഗോ ത്രൂ. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ് ടു ഗോ ത്രൂ ദ നോട്ട്സ് കെയർഫുള്ളി. ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്സ് ടു ഗോ ത്രൂ ദ നോട്ട്സ് കെയർഫുള്ളി. ദ നെക്സ്റ്റ്, ഐ നെവർ സറണ്ടർ ബൈ ഹിസ് ത്രെറ്റനിങ്. ഐ നെവർ സറണ്ടർ ബൈ ഹിസ് ത്രെറ്റനിങ്. ഞാൻ ഒരിക്കലും അവൻ്റെ ഭീഷണിക്ക് കീഴടങ്ങില്ല. സറണ്ടർ മീൻസ് കീഴടങ്ങുക. ബൈ ഹിസ് ത്രെറ്റനിങ്. ബൈ എന്ന പ്രിപ്പോസിഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹിസ് എന്ന അവൻ്റെ ഒരു ഏജൻ്റായിട്ടാണ്. ഇവിടെ ഫ്രേസ് സറണ്ടർ എന്നതിന് റിപ്ലേസ് ചെയ്യുന്ന ഫ്രേസാണ് ഗിവിൻ. ഗിവിൻ. ഐ നെവർ ഗിവിൻ ബൈ ഹിസ് ത്രെറ്റനിങ്. ഐ നെവർ ഗിവിൻ ബൈ ഹിസ് ത്രെറ്റനിങ്. ഗിവിൻ. ഇവിടെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള സെൻറ്റൻസാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ നാം സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് പറയേണ്ടത്. നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടുള്ളത് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? സറണ്ടർ എന്നാണ്, സറണ്ടേർഡ് അല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ദ മിനിസ്റ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് ദ അവാർഡ്സ് ടു the winners. The minister distributed the awards to the winners. മന്ത്രി വിജയികൾക്ക് വിന്നേഴ്സിന് അവാർഡുകൾ വിതരണം ചെയ്തു. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡിന് റിപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് ഗേവ് എവേ. ഗേവ് എവേ. ഗീവ്. ഇവിടെ ഗേവ് എവേ എന്താണ്? ഗേവ് എന്നത് പാസ്റ്റ് ഫോമാണ്. ഗീവ് ആണ് പ്രസൻറ്റ് ഫോം. ദ മിനിസ്റ്റർ ഗേവ് എവേ ദ അവാർഡ്സ് ടു ദ വിന്നേഴ്സ്. ദ മിനിസ്റ്റർ ഗേവ് എവേ ദ അവാർഡ്സ് ടു ദ വിന്നേഴ്സ്. ഗിവ് എവേ എന്ന വേർഡ് നിങ്ങൾ ചിലപ്പോൾ പരിചയമുള്ളതായിരിക്കും. അതായത് ചാനൽ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഗിവ് എവേ പ്രോഗ്രാംസുകൾ കണ്ടിട്ടുണ്ടാകും. അതാണ് ഗിവ് എവേ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ആസ് ദ സ്പീച്ച് കണ്ടിന്യൂഡ് 4 hours ദ ഓഡിയൻസ് ബിക്കെയിം ബോർഡ്. ആസ് ദ സ്പീച്ച് കണ്ടിന്യൂഡ് 4 hours ദ ഓഡിയൻസ് ബിക്കെയിം ബോർഡ്. ആസ് ദ സ്പീച്ച്. പ്രസംഗം മണിക്കൂറുകളോളം തുടർന്നത് കാരണം ഓഡിയൻസ് സദസ്യർ ബോർഡായി. ബിക്കെയിം മീൻസ് ആയിത്തീരുക എന്നാണ് അർത്ഥം. ബിക്കെയിം.
ആസ്. ഇവിടെ ഹിയർ ആസിൻ്റെ മീനിങ് കാരണം എന്നുള്ള അർത്ഥത്തിലാണ്. ആസ് 4 hours. 4 hours എന്ന് വെച്ചാൽ മണിക്കൂറുകളോളം. ഇവിടെ ഒരു കൃത്യമായൊരു സമയത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല, കൃത്യമായൊരു മണിക്കൂറല്ല. 4 hours എന്ന് പറയുമ്പോൾ ഒരു ഏകദേശ സമയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, നീണ്ട കാലയളവ്. ഇവിടെ കൃത്യം കറക്റ്റ് പോയിൻ്റ് ഓഫ് ടൈം ആണ് നമുക്ക് പറയേണ്ടതെങ്കിൽ സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോറിന് പകരം സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എന്ന് പറയണമെങ്കിൽ സിൻസ് മോർണിംഗ് എന്ന് പറയണം. അപ്പോൾ ഇന്നലെ ഒരു 20-ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ സിൻസ് 20th അങ്ങനെ വേണം പറയാൻ, ആ ഒരു പോയിൻ്റ് ഓഫ് ടൈം. ഓക്കെ, ദെൻ കണ്ടിന്യൂ, തുടരുക. കണ്ടിന്യൂഡ്, തുടർന്നു. പാസ്റ്റ് ഫോം കണ്ടിന്യൂഡ്. കണ്ടിന്യൂഡിന് റിപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് വെൻറ്റ് ഓൺ. വെൻറ്റ് ഓൺ. ആസ് ദ സ്പീച്ച് വെൻറ്റ് ഓൺ ഫോർ hours, the audience became bored. As the speech went on for hours, the audience became bored. Then next one, I can't admit any more students in the class. I can't admit any more students in the class. Admit means receive, സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. any more students, കൂടുതൽ സ്റ്റുഡൻസിനെ ക്ലാസ്സിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ അഡ്മിറ്റിനെ റീപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് ടേക്കിൻ. ടേക്കിൻ. I can't take in any more students in the class. I can't take in any more students in the class. Next one, the new teacher communicate her ideas well. The new teacher communicate her ideas well. പുതിയ ടീച്ചർ അവരുടെ ആശയങ്ങൾ നന്നായി പങ്കുവയ്ക്കുന്നു. ഇവിടെ വെൽ മീൻസ് നന്നായി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ. ആശയവിനിമയം എന്ന് പറയുമ്പോൾ വ്യക്തികൾ തമ്മിലാവാം, സദസ്സിനോടാവാം, സമൂഹത്തോടാവാം, അത് വാക്കുകളിലൂടെയാവാം, ആക്ഷൻസിലൂടെയാവാം. ഇതിന് റീപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് പുട്ട് എക്രോസ്. പുട്ട് എക്രോസ്. ദ ന്യൂ ടീച്ചർ പുട്ട് എക്രോസ് ഹെയർ ഐഡിയാസ് വെൽ. ദ ന്യൂ ടീച്ചർ പുട്ട് എക്രോസ് ഹെയർ ഐഡിയാസ് വെൽ. ഹെയർ മീൻസ് നമുക്കറിയാം ഹെയർ, അവൾ എന്നുള്ള അർത്ഥത്തിലൂടെ ടീച്ചർ ആയതുകൊണ്ട് അവരുടെ എന്ന് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദ ഗവൺമെൻറ് എക്സിക്യൂട്ടഡ് ദ കോർട്ട്സ് ഓർഡർ. ദ ഗവൺമെൻറ് എക്സിക്യൂട്ടഡ് ദ കോർട്ട്സ് ഓർഡർ. എക്സിക്യൂട്ട് മീൻസ് നടപ്പിലാക്കുക, എക്സിക്യൂട്ടഡ് നടപ്പിലാക്കി. കോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്ട്രഫി എസ് ഇട്ടിട്ടുള്ള കോർട്ട്സ്. അങ്ങനെ പറയുമ്പോൾ കോടതിയുടെ എന്നാണ്. ഇപ്പോൾ ഒരു നൗണിൻ്റെ കൂടെ അപ്പോസ്ട്രഫി എസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ രീതിയിലാണ് എടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ്, കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കി. സർക്കാർ കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കി. എക്സിക്യൂട്ടിന് റിപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് carried out. carried out. The government carried out the court's order. Government carried out the court's order. Then next one, this jacket don't match the saree. This jacket don't match the saree. ഈ ജാക്കറ്റ് സാരിക്ക് യോജിച്ചതല്ല. മാച്ചിനെ റീപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് go with. go with. The jacket don't go with the saree. The jacket don't go with the saree. The next one, the employees rejected the management offer of 10% increase in wages. The employees rejected the management offer of 10% increase in wages. Wage means കൂലി. കൂലിയിലുള്ള 10% ഇൻക്രീസ്, 10% വർധന. മാനേജ്മെൻറ്റിൻ്റെ ഓഫർ, വാഗ്ദാനം. എംപ്ലോയി മീൻസ് തൊഴിലാളികൾ നിരസിച്ചു, റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. റിജക്റ്റ് നിരസിക്കുക, റിജക്റ്റഡ് നിരസിച്ചു, പാസ്റ്റ് ഫോം. ഓക്കെ, ഇതിന് റീപ്ലേസ് ചെയ്യാവുന്ന ഫ്രേസാണ് ടേൺഡ് ഡൗൺ. എംപ്ലോയീസ് ടേൺ ഡൗൺ ദ മാനേജ്മെൻറ്റ് ഓഫർ ഓഫ് 10% ഇൻക്രീസ് ഇൻ വേജസ്. ഇവിടെ എന്താണ് ടേൺ ഡൗൺ. ഇപ്പോൾ എല്ലാത്തിലും നമുക്ക് കാണാം ഒരു വേർഡിൻ്റെ ഇത് പാസ്റ്റ് ഫോമിലാണെങ്കിൽ അതിൻ്റെ ഫ്രേസും ഇതിൽ തന്നെ ആയിരിക്കണം, പാസ്റ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, do practice well. We'll meet next time. Bye bye.